കുട്ടനാട് സീറ്റ് ഇന്നലെ നേതൃത്വം പ്രഖ്യാപിച്ചു, രണ്ടിടത്തും മത്സരിക്കുമെന്ന്. തീരുമാനമായോ അത്? അല്ല, ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമില്ല. LDF ആദ്യം ആ സീറ്റ് NCPക്ക് ആണ് എന്നൊരു തീരുമാനം എടുക്കണ്ടേ? അത് അങ്ങനെ ഒരു ഫൈനലായി വന്നിട്ടുണ്ടോ? അത് നേരത്തെ NCPയുടെ സീറ്റാണല്ലോ, അതിനകത്ത് പിന്നെ ഒരു തീരുമാനങ്ങളൊന്നും ഇല്ലല്ലോ. അത് ആരാധന മുഖ്യമന്ത്രി വിഷയം നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. പിന്നെ ഘടകകക്ഷിക്ക് വന്നിരിക്കുന്ന സീറ്റ് ഒരിക്കലും LDFോ CPM CPI ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഘടകകക്ഷിക്കുള്ള സീറ്റാണ്. NCPക്ക് 3 സീറ്റുണ്ട്, 3 സീറ്റും NCPക്ക് ഉള്ളതാണ്. മനസ്സിൽ അത് ഏറ്റെടുക്കുന്ന ഒരു ആലോചന ഉണ്ടെന്നാണ് CPM അത് ഏറ്റെടുക്കുമെന്ന ആവശ്യം അവരാരും പറഞ്ഞിട്ടില്ല. നിങ്ങളായിരിക്കും. നാസർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ജില്ലാ സെക്രട്ടറി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. പക്ഷെ മാധ്യമം പറയുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ആകെ ഇപ്പം കിട്ടിയിരിക്കുന്ന തീർപ്പ് കിട്ടി തോമസ് കെ തോമസാണ് വെച്ചലക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റും ഇല്ല. കുട്ടനാടെന്ന് പറയുന്ന LDFന്റെ ഉറച്ച കോട്ടയാണ്. ഓക്കെ, അവിടെ ഒരു സംശയമില്ല. NCPയുടെ സീറ്റാണ്, NCPയോടെ മത്സരിക്കും. തോമസ് കെ തോമസ് ആണ് മത്സരിക്കുന്നുള്ളൂ, പാർട്ടിയുടെ തീരുമാനമാണ്. തോമസ് കെ തോമസ് അവിടുത്തെ താങ്കളെ പോലെ തന്നെ വ്യവസായത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരാളാണ്. നമുക്കൊന്നും അറിയത്തില്ല. നമുക്ക് ഇങ്ങനെ എത്ര പേര് വിളിയുന്നു അവിടുന്ന് ഇവിടുന്നൊക്കെ, നമുക്കിതൊന്നും ബന്ധമുള്ള കാര്യമൊന്നുമില്ലല്ലോ. കുട്ടനാട്ടിൽ ജനിച്ച് കുട്ടനാട്ടിൽ വളർന്ന് കുട്ടനാടിന് വേണ്ടി ജീവിക്കുന്ന ആളാണ് തോമസ് കെ തോമസ്. അപ്പോൾ ആ തോമസ് ചാണ്ടി അങ്ങനെയാണ്. ഇപ്പം കുടിവെള്ള പദ്ധതി തന്നെ, അതൊന്നും നിങ്ങൾ ചോദിക്കത്തില്ല. നിങ്ങൾ ആകെ കോൺട്രവേഴ്സി ചോദിക്കത്തുള്ളൂ. കുടിവെള്ള പദ്ധതി ചോദിക്കത്തില്ല, തട്ടാശ്ശേരി പാലം ചോദിക്കത്തില്ല, പുളുങ്ങുന്ന് പാലം ചോദിക്കത്തില്ല, പുളുങ്ങുന്ന് ഹോസ്പിറ്റൽ ചോദിക്കത്തില്ല, ഒന്നും നിങ്ങൾ ചോദിക്കത്തില്ല. നിങ്ങൾ ആകെ ചോദിക്കുന്ന കോൺട്രവേഴ്സിയാണ്. എന്തായിരുന്നാലും വളരെ ക്ലിയറാണ്. കുട്ടനാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ടുണ്ട്. തോമസ് ചാണ്ടി കഴിഞ്ഞ പൈസ മുടക്കിയാണ് കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. 615 കോടിയുടെ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പൂർത്തീകരിക്കേണ്ട ചുമതല തോമസ് കെ തോമസിനുള്ളതാണ്. അത് ചെയ്തിരിക്കും. പ്രാദേശിക CPM-കാർക്കൊക്കെ അറിയാമോ? അവിടുത്തെ ഈ കുട്ടനാട് മേഖലയിലെ ആളുകൾക്കൊക്കെ അറിയാമോ എങ്ങനെയാണ് തോമസ് കെ തോമസിന്റെ വേണമെന്നുള്ളത്? ഞാൻ പ്രാദേശിക CPM അല്ലാത്ത CPM എന്ന് പറഞ്ഞൊരു CPM ഇല്ലല്ലോ. അവര് അതിന്റെ സ്വന്തം ആൾക്കാരല്ലേ, അവരുമായിട്ടല്ലേ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് പിന്നെ അവരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവര് നമ്മുടെ ആൾക്കാർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ.